ഇപ്പം നമ്മൾ വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് നോക്കിയാൽ ഓരോ ടിക്കറ്റും എടുക്കുമ്പോൾ നമുക്ക് നമ്മളിരിക്കുന്ന സീറ്റിലിരുന്നാൽ ഗ്രൗണ്ടിൻ്റെ എന്ത് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വരെ അറിയാം. വിത്ത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ലഞ്ചോ ഡിന്നറോ എന്താണെന്ന് ആ ടൈം അനുസരിച്ചുള്ള മീല്, സ്നാക്സ്, ഷാമ്പെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടിയുള്ള 5 സ്റ്റാർ 4 സ്റ്റാർ ഫെസിലിറ്റീസിലാണത്. ലോസ് ആഞ്ചലസിൽ നടക്കുന്ന കളി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ കളി ന്യൂയോർക്കിലാണെങ്കിൽ 6 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരിക്കണം. ഫ്ലൈറ്റ് പോലും കിട്ടുന്ന കാര്യം പാടാം. ഓക്കെ, 2034 ഗെയിം സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലുള്ള സ്റ്റേഡിയങ്ങളുടെ ഫിഫയ്ക്ക് വേണ്ടിയുള്ള സ്റ്റേഡിയങ്ങളുടെ ഒക്കെ വർക്ക് ചിലപ്പോൾ ഒരു 80% കഴിഞ്ഞു. ഇപ്പം മെസ്സി ഗോൾ അടിക്കുമ്പോൾ, റൊണാൾഡോ ഗോൾ അടിക്കുമ്പോൾ അവൻ്റെ കാലെ കൊണ്ട് കൊടുക്കുക അല്ലേ? അല്ലേ? മറ്റുള്ളവർ ജോലി എടുത്തിട്ട് അവരുടെ കാലിൽ കൊണ്ട് കൊടുക്കുവാണ്. ആ ഗ്രൗണ്ടിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലാണ് ബഹളം. നമസ്കാരം രാജകുര്യൻ സർ. വേൾഡ് കപ്പ് കാണാൻ പോകുന്നില്ലേ? പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്ന് രാവിലെ മോനോട് ടിക്കറ്റ് നോക്കാൻ പറഞ്ഞു. കുറേ ദിവസമായിട്ട് അവൻ പറയുന്നുണ്ട്. അവനിങ്ങനെ ഭയങ്കര പ്രൈസാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാതിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഞാൻ എടുപ്പിക്കണം പറഞ്ഞു. വേൾഡ് കപ്പ് കാണുമ്പോഴേ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തോരം വലിയ ആഘോഷമാണ്. ഇപ്പം 3 രാജ്യങ്ങളാണിത് ആഘോഷിക്കുന്നത്. ഇത് ടെലിവിഷനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ ഇതിനൊരു ബിസിനസ് ഉണ്ട്. ഓ, തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും വലിയ കച്ചവടമാണ്. ഇത് ഇവർ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ് നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? എന്താണ് ഇതിന് ഒരു ലക്ഷറി സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിഭീകരമായ ലക്ഷറി സ്പേസ് ഉണ്ട്. അതെന്താണെന്ന് അത് ലക്ഷറി സ്പേസ് എന്ന് പറയുന്നത് മാത്രം എടുത്താൽ ടിക്കറ്റ് വിൽക്കുന്നത് പല റേഞ്ചാണ്. അത് എപ്പോഴും അതിൻ്റെ ദൂരം അല്ലെങ്കിൽ ഇരിക്കുന്ന കാണാൻ പറ്റില്ല. ഈ ടിക്കറ്റ് നമ്മൾ നോക്കിയാൽ, ഇപ്പം നമ്മൾ വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് നോക്കിയാൽ ഓരോ ടിക്കറ്റും എടുക്കുമ്പോൾ നമുക്ക് ആ സീറ്റിലിരുന്നാൽ ഏത് ടൈപ്പായിരിക്കും വ്യൂ എന്നുള്ളത് വരെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമ്മളിരിക്കുന്ന സീറ്റിലിരുന്നാൽ ഗ്രൗണ്ടിൻ്റെ എന്ത് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വരെ അറിയാം. ഇപ്പം നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് നോക്കുവാണ്, നമ്മളൊരു ടിക്കറ്റ് എടുക്കാൻ പോവാം. അവൈലബിൾ സീറ്റ് ഇപ്പം പറയുന്ന സീറ്റുകളുടെ വില 6000, 5000, $3000 അതിന് മുകളിലോട്ടൊക്കെയാണ്. ഓക്കെ, നേരത്തെ ഡോളറാണ്. അമേരിക്കയിലെ ഫുട്ബോൾ നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞ സീറ്റുകൾ കാലിയായിരിക്കും, ആരും കാണുകയില്ല. പക്ഷെ അമേസിംഗ്ലി മാനേജ്ഡാണ്, അമേസിംഗ്ലി കണ്ടക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. ഗോവിന്ദൻകുടി അറിയാമല്ലോ, അവിടെ ഉണ്ടായതുകൊണ്ട്. ഇപ്പം ലോസ് ആഞ്ചലസിൽ നടക്കുന്ന കളി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ കളി ന്യൂയോർക്കിലാണെങ്കിൽ 6 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരിക്കണം. ഫ്ലൈറ്റ് പോലും കിട്ടുന്ന കാര്യം പാടാം. ഓക്കെ, 6 മണിക്കൂർ ഇരിക്കണം. നമ്മളെല്ലാം പോയിട്ടുണ്ട്. അപ്പം ഈ ദൂരത്തിൽ കിടന്നിട്ട് പോലും എല്ലാ സീറ്റുകളും മൊത്തം ഫിൽഡാണ്. ഇടയിൽ കയറി പറഞ്ഞിട്ട് അമേരിക്കക്കാരൻ്റെ രക്തത്തിൽ കിടക്കുന്ന ബേസ്ബോളാണ്. ബേസ്ബോൾ അവർക്ക് പലതുണ്ടല്ലോ. അവർക്ക് ബേസ്ബോളുണ്ട്, റഗ്ബി ഉണ്ട്. ഇതെല്ലാം അവരുടെ റഗ്ബി അവരുടെ ഭയങ്കര ഇതാണ്. ബാസ്കറ്റ് ബോള് ഭയങ്കര ഇതാണ്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വന്നു കഴിയുമ്പോൾ ഫുട്ബോളിൻ്റെ ഇപ്പം ഫിഫയെ സംബന്ധിച്ചിടത്തോളം ഫിഫ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഒരു കാര്യം, പിന്നെ ഓരോ ടീമിനുള്ള ഷെയർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പം ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസ, അതിനകത്ത് ലക്ഷറി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നടക്കുന്ന ഈ കപ്പിനകത്ത് 5 കാറ്റഗറി ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞുള്ള ടിക്കറ്റുകളുണ്ട്. ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റുകൾ. അതിനകത്ത് ഏറ്റവും താഴെയുള്ള എക്സ്ക്ലൂസീവ്, ഏറ്റവും നിയർ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റിനകത്ത് നിങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് തൊട്ട് നിങ്ങളുടെ ഹോട്ടൽ അക്കോമഡേഷൻ തൊട്ട് അവിടുന്ന് പിന്നെ ഈ ഗ്രൗണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ തൊട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ബിഫോർ ദ മാച്ച് നിങ്ങൾക്ക് ഇരിക്കാനുള്ള ലോഞ്ച് ഫെസിലിറ്റി ഉണ്ട്. ഇൻ ദ മിഡിൽ ഓഫ് ദ ബ്രേക്ക് ടൈമിൽ ഇരിക്കാനുള്ള ലോഞ്ച് ഫെസിലിറ്റി ഉണ്ട്. ആഫ്റ്റർ ദ മാച്ചിൽ നമുക്ക് ഇരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ തന്നെ, ഈ സ്ഥലത്ത് തന്നെ. ഇവിടെയെല്ലാം വിത്ത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഗോർമെറ്റ് ലഞ്ചോ ഡിന്നറോ എന്താണെന്ന് ആ ടൈം അനുസരിച്ചുള്ള മീല്, സ്നാക്സ്, ഷാമ്പെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടിയുള്ള 5 സ്റ്റാർ 4 സ്റ്റാർ ഫെസിലിറ്റീസിലാണത്. അപ്പോൾ ഇതിന് $1 million വരെ ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പീപ്പിൾസ് മേ ബി ഒരു ടിക്കറ്റിന് അല്ല, ഒരു പാക്കേജ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ചിലപ്പം 5 പീപ്പിളോ 8 പീപ്പിളോ 6 കുടുംബമായിരിക്കും. ഒരു അങ്ങനെയാണ്, അതങ്ങനെയാണ്. ഹോസ്പിറ്റാലിറ്റി പാക്കേജസിൽ എപ്പോഴും സീറ്റ് ചിലപ്പം 2 സീറ്റും മിനിമം ഒക്കെ കാണും. ഞാൻ എൻ്റെ ഇതിൽ ലിവർപൂളിൽ പോയിട്ട് ലിവർപൂൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റ് ഞാനും എൻ്റെ ബഹറിനിലെ പാർട്ണറും കൂടെ ഞങ്ങൾ ലണ്ടനിൽ നിൽക്കുമ്പം 2 ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം പിന്നെ
യൂബറുകാരനെ വിളിച്ചു. യൂബറുകാരനോട് പറഞ്ഞ് ഞങ്ങൾക്ക് പോണം തിരിച്ചു വരണം. അപ്പം അവൻ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കളി കഴിയുന്നിടം വരെ അവൻ കടന്നു. ഒരു വളരെ വലിയ എക്സ്പീരിയൻസ് ആണ്. ഖത്തറിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റീസ് എല്ലാം. നമ്മൾ പോയി അവിടെ ഇരുന്ന് കളി തുടങ്ങുമ്പം അവിടോട്ട് ഇറങ്ങി ബ്രേക്ക് വരുമ്പം നേരെ ഇങ്ങ് പോകുന്നു. ഇപ്പം പെനാൽറ്റി ഷൂട്ടൗട്ടിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലോ പോയാൽ അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്തും നമുക്ക് പോകാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം അതൊരു VIP അല്ലെങ്കിൽ VIP ഫെസിലിറ്റീസാണ്. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്നാൽ ഇപ്പം ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈറ്റിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ അതിന് കിട്ടുന്ന സ്പേസും കൂടുതലാണ്, കാര്യങ്ങളുണ്ട്. എപ്പോഴും മെയിൻ ഇൻകം എന്ന് പറയുന്നത് ബാക്കി മേജർ ക്രൗഡിൽ നിന്നുള്ളതാണ്, അഡ്വർടൈസ്മെൻ്റ് ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടി ലെവൽ ബിസിനസ് ആണല്ലോ. ഏതൊക്കെ രീതിയിലാണ് സ്റ്റേഡിയത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് തൊട്ട് പാർട്ണർഷിപ്പ് തൊട്ട് അങ്ങനെ വലിയ വലിയ ഒരു ഇതാണ്. പക്ഷേ ഇതിൻ്റെ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലാണ് ബഹളവും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പാക്കേജസിൽ ഈ പ്ലേയേഴ്സായിട്ട് എന്തെങ്കിലും ഇന്ററാക്ഷൻ എപ്പോഴെങ്കിലും സാധിക്കാറുണ്ടോ? അത് ഞാൻ പോയ ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല ഇനി ഈ മില്യൺ പാക്കേജ് എടുക്കുന്നവർക്ക് വല്ലതും അങ്ങനെയുള്ള സംഗതികളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ്. പറ്റിയാൽ ഉണ്ടായിരിക്കാം. നോക്കിയിട്ടില്ല. എനിവേ അമേരിക്ക ഇതൊരു വളരെ വലിയ, അമേരിക്കയുടെ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് മൊത്തം ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള വലിയൊരു സെലിബ്രേഷനാണ്. വിതൗട്ട് എനി ഇൻസിഡൻറ്റ്, വിതൗട്ട് എനി ഇഷ്യൂസ്, വിതൗട്ട് എനി സെക്യൂരിറ്റി പ്രോബ്ലംസ്, ഓൾ ഡൺ ഇൻ എ എക്സലൻറ്റ് മാനർ. അപ്പം വളരെ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആണ്. എല്ലാവരും എവരിബഡി ഈസ് അപ്രീഷിയേറ്റിംഗ്. അത് മാത്രമല്ല നമുക്ക് ഹൈജീൻ്റെ കാര്യം എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആ പ്രശ്നമില്ലല്ലോ. നമുക്ക് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് ആ പ്രശ്നം. ഖത്തർ വാസ് മാനേജ്ഡ് ഇറ്റ് ഓൾ ഇൻ എ വെരി ഗുഡ് വേ. അമേരിക്ക സ്റ്റേഡിയം ഡിസൈൻ ചെയ്യുമ്പം മുതൽ ഈ സ്പേസ് മനസ്സിൽ കണ്ട് ചെയ്യുന്നുണ്ടല്ലേ? അതൊക്കെ ഫിഫ ഇപ്പം 2034 ഗെയിം സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലുള്ള സ്റ്റേഡിയങ്ങളുടെ ഫിഫയ്ക്ക് വേണ്ടിയുള്ള സ്റ്റേഡിയങ്ങളുടെ ഒക്കെ വർക്ക് ചിലപ്പോൾ ഒരു 80% കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരിക്കലും ഇത് ഫിഫയിലേക്കല്ല പോകുന്നത്. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറഞ്ഞാൽ ഞാനൊരു അത്ര വലിയ അറിവ് ആ കാര്യത്തിൽ അറിവുള്ള ഒരാളല്ല. അപ്പം ഫിഫയുടെ കളി നടക്കുന്നതിന് മുമ്പ് ആ സ്റ്റേഡിയത്തിൽ ജൂനിയർ മത്സരങ്ങൾ, അണ്ടർ 19 തൊട്ട് അങ്ങനെയുള്ള പല മത്സരങ്ങളും നടന്ന് അത് ഇപ്പം സൗദി അറേബ്യയിലൊക്കെ ഇനിയും വരാൻ പോവാണ്. അണ്ടർ 19 ഒക്കെ വേൾഡ് കപ്പ് ഒക്കെ വരാൻ പോവാം. ഈ ഉണ്ടാക്കുന്ന സ്റ്റേഡിയങ്ങളിൽ ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ നടത്തി അതിൻ്റെ എല്ലാവിധമായ മച്യൂരിറ്റിയോടും കൂടിയാണ് 34 സൗദിയിൽ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ സ്റ്റേഡിയങ്ങളുടെ പണി മിക്കവാറും ഒക്കെ ഒരു മേ ബി ഇൻ എ ഇയർ എവറിത്തിങ് വിൽ ബി ഫിനിഷ്ഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അവരുടെ പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞത്. ഫിഫ ഇപ്പം ഇപ്പം 26 കളി കഴിയുമ്പം തന്നെ അടുത്ത കളി ഓൾറെഡി അനൗൺസ്ഡ് ആണ്. 34 അനൗൺസ്ഡ് ആണ്. അടുത്ത അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്താൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പണി തുടങ്ങും. അങ്ങനെയാണ് പോകുന്നത്. എനിക്കൊന്ന് ഈ കാൽപന്തിനോളം വലിപ്പമുള്ള ഒരു മത്സരവുമില്ല, ഒന്നുമില്ല. അതിനോടും മഹത്വമുള്ളത് അല്ലെങ്കിൽ അതിനേത്രയും നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു വേറൊരു ഗെയിമും ഇല്ല. കാരണം നോക്കൂ, അത് നിൽക്കുന്നത് 4-4-2 നിൽക്കുന്നതെങ്കിലും അല്ല 5-3-2 എങ്ങനെ നിന്നാലും ഉൾപ്പെടെ ഇതിനകത്ത് ഗോളടിക്കുന്നവൻ്റെ ഇപ്പം മെസ്സി ഗോളടിക്കുമ്പോൾ റൊണാൾഡോ ഗോളടിക്കുമ്പോൾ അവൻ്റെ കാലെ കൊണ്ട് കൊടുക്കുക അല്ലേ? അല്ലേ? മറ്റുള്ളവർ ജോലി എടുത്തിട്ട് അവരുടെ കാലിൽ കൊണ്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ ഓക്കെ എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കൊണ്ട് കൊടുക്കുക. അപ്പം അതിനകത്തുള്ള ടീം വർക്ക് പോലെ ഒരു ടീം വർക്ക് ഒന്നുമില്ല. ഉണ്ടായാൽ പറ്റില്ല, അത് പറ്റില്ല. അവൻ അതിന് സ്പേസ് ഇല്ല. അതാണ് അതിൻ്റെ ബ്യൂട്ടി. നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ടീം വർക്ക് എന്ന് പറഞ്ഞാൽ 99.999 പ്രസക്തിയില്ല. പെർഫെക്ഷൻ ആയിരിക്കണം. ആണെങ്കിൽ അവിടെ സഹോദരൻ തോറ്റു, ആ ടീമേ ഇല്ല. ഇപ്പൊ ഇന്നിപ്പോ ക്രൊയേഷ്യ തോറ്റെങ്കിലും ക്രൊയേഷ്യൻ ടീം വിന്നേഴ്സ് ആയിട്ട് അവിടുന്ന് പോയത്. അവരെ സംബന്ധിച്ച് അവർ തോറ്റു, എന്നാലും ജനത്തിന് മുമ്പിൽ അവർ വിന്നേഴ്സാണ്. ജപ്പാൻ തോറ്റുപോയെങ്കിലും ജപ്പാൻ ജനത്തിന് മുമ്പ് വിന്നേഴ്സാണ്. ഇന്നിപ്പം കെപ്പവെർദെ തോറ്റെങ്കിലും അവർ ജയിച്ച അർജന്റീനയെക്കായി മുകളിലാണ്. അങ്ങനെയാണ് എല്ലാ വേൾഡ് കപ്പിനും ക്രൊയേഷ്യ അത്തരത്തിലൊരു ക്രൊയേഷ്യ
18 തൊട്ട് അവർ അങ്ങനെ തന്നെ പോകുന്നത്. 22-ലും അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ആ ഫീല് തരണമെങ്കിൽ അതിന് പെർഫെക്ഷനിൽ കുറഞ്ഞ ഒന്നും പറ്റൂല. ആ ടീം വർക്കുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. 11 പേരുടെ ടീം. തന്നെയല്ല ഇതിനകത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരും ഈ പെർഫെക്ഷന്റെ സൂപ്പർ സ്പേസിൽ നിൽക്കുന്നവരുവാ. അത് ഇവര് ഈ ടീം വർക്ക് ഒക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ഇവർ എന്ത് കിട ഇൻഡിവിജ്വൽസ് ആയിരിക്കും അല്ലെ? അവരുടെ പേഴ്സണൽ ലൈഫിൽ നന്നായിട്ട് പ്രതിഫലിക്കും. അല്ല, അത് ഉണ്ടാവും. അതിപ്പോ അവര് എപ്പോഴോ തുടങ്ങിയത്. ഇപ്പം 2020-കളിൽ കളിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ ഫുട്ബോളിലെത്തിയ ആളാണ് ഈ ക്രൊയേഷ്യയുടെ ക്യാപ്റ്റൻ. അപ്പൊ 26 വർഷം അല്ലെ 18 വർഷവും ഒക്കെ കഴിഞ്ഞിട്ടാണ് 18-ലെ വേൾഡ് കപ്പിൽ വരുന്നത്. മനസ്സിലല്ലേ? അപ്പം അവർ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവരുടെ ആ ഒരു ഹാർഡ്ഷിപ്പും അവർ കണ്ടിന്യൂസ് ആയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് എക്സർസൈസ് ചെയ്ത് അവരത് ട്രെയിൻ ചെയ്ത് വരുന്ന ആൾക്കാരാണ്. നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ പോലെ അല്ല അവരവരുടെ പ്രൊഫഷനെയോ ലൈഫിനെയോ ഒന്നും മാനേജ് ചെയ്യുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ ഒന്നും ഗ്രാൻഡഡ് അല്ല. നത്തിങ് ഈസ് ഗ്രാൻഡഡ്. അവർക്ക് ആ ഫെയിം ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് ദേ ഹാവ് ടു ഗോ സ്ട്രിക്ട്ലി വിത്ത് ദെയർ നോംസ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഈ ഹൈലൈറ്റ്സ് കാണുമ്പോഴേ സാധാരണ ഗോൾ അടിക്കുന്ന ഹൈലൈറ്റ്സ് ആണല്ലോ കാണുന്നത്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരാൾ കട്ട് ചെയ്തിട്ട് ഈ ഗോളുകളെ ഒഫൻഡ് ചെയ്യുന്നത് കട്ട് ചെയ്ത്, അപ്പോൾ എൻ്റെ അമ്മ, നമ്മൾ ഈ കയറുന്ന ഗോളല്ലേ കാണുന്നുള്ളൂ. ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇവർ? അതിന്റെ ഏറ്റവും വലിയ താരമാണ് ഇപ്പൊ ഈ ഗെയിമിൽ ഇതുവരെ ഉള്ളതില്. അതിലെ ഏറ്റവും വലിയ പുള്ളിയാണ് കപ്പവർദ്ധയുടെ ഗോളി ഹിഞ്ഞോ. ചങ്ങാതി 40 വയസ്സുള്ള ബസ് കണ്ടക്ടറായും ഇലക്ട്രീഷ്യനും ഒക്കെ ആയിട്ട് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. ആ പുള്ളി ഇപ്പൊ ഇന്നത്തെ കളിയിലും ഒക്കെ അദ്ദേഹമാണ് താരം. മനസ്സിലായില്ല? ആ ഗോള് പുള്ളി പറന്ന് നടന്ന് പെറുക്കുമ്പോഴാണ് ഇത് ഗോളാകാതിരിക്കുന്നത്. അപ്പൊ അത് ചില ഗോളിമാരെ അങ്ങനെ ഐക്കോണിക്കലി നോക്കപ്പെടാറുള്ളൂ. മനസ്സിലായില്ലേ? രാജസ്ഥാന്റെ ഫേവറേറ്റ് ടീം ഏതാ? ഞാൻ എപ്പോഴും അർജന്റീനൻ ഫാനാണ്. എനിക്ക് അർജന്റീനയോട് ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ അർജന്റീനിയൻ കമ്പനിയിൽ 97 തൊട്ട് ജോലി ചെയ്ത് 2008 വരെ അർജന്റീന 2 പ്രാവശ്യം പോയിട്ടുണ്ട്. 2000-ലും 2005-ലും 15 ദിവസം പോയി അവിടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ട്. മറഡോണ കളിച്ച നപ്പോളി സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് ആ സമയത്ത്. അപ്പം മറഡോണയായിരുന്നു താരം 2000-ലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അർജന്റീനയോടും അർജന്റീനക്കാരോടും എനിക്ക് പ്രത്യേകിച്ചും ഒരു പ്ലെയർ എപ്പോഴും ഇപ്പോഴത്തെ കണ്ടീഷനിൽ മെസ്സിയും റൊണാൾഡോയും എല്ലാം നമുക്ക് താരം. റൊണാൾഡോ ഡിഫറെന്റ് ആണ്, മെസ്സി ഡിഫറെന്റ് ആണ്. ആരെയും നമുക്ക് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവരെല്ലാം നല്ല ആൾക്കാരാണ്, നല്ല കളിക്കാരാണ്. ക്യാമറയുടെ സൂക്ഷ്മതയും ഈ സ്ലോ മോഷനും ഒക്കെ വരുമ്പോഴാണ് ഇവരുടെ കാലുകളൊക്കെ എന്താ കാലുകൾ കൊണ്ട് അവർ കാണിക്കുന്നത്. നല്ല ഒരു ഗെയിമല്ലേ.